This is limited edition. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിടവാങ്ങലിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലാണ് കേരളം. അദ്ദേഹത്തിൻ്റെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളി അദ്ദേഹത്തിൻ്റെ മകനും പിൻഗാമിയുമായ ശ്രീ ചാണ്ടി ഉമ്മനെ 36,400 പരം വോട്ടുകൾക്ക് തിരഞ്ഞെടുത്തു. തൻ്റെ ഹ്രസ്വകാല MLA അനുഭവങ്ങളും കേരളം തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴുള്ള വിലയിരുത്തലുകളും നടത്താനായി ഇന്ന് ചാണ്ടി ഉമ്മൻ ലിമിറ്റഡ് എഡിഷൻ്റെ അതിഥിയായി നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം. എനിക്ക് തുടങ്ങാൻ ഇഷ്ടമുള്ളത് ശ്രീ ഉമ്മൻചാണ്ടിയെയും ശ്രീ പിണറായി വിജയനെയും ഒന്ന് കമ്പയർ ചെയ്യാനായിട്ട്. ഇത് ക്യാരക്ടർ ഒന്ന് കമ്പയർ ചെയ്യാനല്ല, ജസ്റ്റ് രണ്ടുപേരും അവസാന സമയത്ത് അധികാരം വെച്ചിരിക്കുന്ന സമയത്ത് ശ്രീ മോഹൻലാലിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇരുവർ OCയുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ്റെ ഇൻ്റർവ്യൂ. ഇത് രണ്ടും കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ വിലയിരുത്തുന്നു? ഞാൻ സത്യം പറഞ്ഞാൽ രണ്ടാമത്തെ കണ്ടിട്ടില്ല, മുഖ്യമന്ത്രിയെ കണ്ടിട്ടില്ല. എൻ്റെ ഫാദർ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴാണ് 2008 ആണ് മോഹൻലാലുമായിട്ടുള്ള ഇൻ്റർവ്യൂ ചെയ്തത്. അതും ഞാൻ ഫുള്ളി കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ടിനും ഒരു റിവ്യൂ കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ കുറച്ചൊക്കെ കണ്ടു, പക്ഷേ ഫുൾ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ടും റിവ്യൂ കൊടുക്കാനുള്ള സാഹചര്യമായിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ 10 വർഷത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ അഭിമാനം കൊണ്ടിട്ട് രണ്ട് നാഷണൽ ഡെയിലീസിന്, ഇന്ത്യൻ എക്സ്പ്രസിനും ഹിന്ദുവിനും ഈ ഗവൺമെൻറ് ഒരു പരസ്യം കൊടുത്തിരുന്നു. അഡ്വർട്ടോറിയൽ എന്നുള്ള ചെറിയ അക്ഷരത്തിലും അത് ഓൾമോസ്റ്റ് ന്യൂസ് ഐറ്റം പോലെ അവർ കൊടുക്കുന്ന രീതിയിലുള്ള പരസ്യമായിരുന്നു. പലരും അങ്ങനെ ചെയ്യാറുണ്ട്, ഈ ഗവൺമെൻറ് അങ്ങനെ ചെയ്തു. അത് കമ്പയർ ചെയ്യുന്നത് ഉമ്മൻചാണ്ടിയുടെ അധികാരത്തിൽ ഇറങ്ങി പോകുന്ന സമയത്ത് എന്തായിരുന്നു കേരളം, ഇന്ന് എങ്ങനെ ഇരിക്കുന്നു കേരളം എന്നുള്ള അവകാശവാദങ്ങളാണ്. അതിനെപ്പറ്റി എന്താണ്? പക്ഷെ ഒത്തിരി വിട്ടുപോയി. ആ അഡ്വർടൈസ്മെൻറ്റ് ശരിക്കും കൊടുക്കണമെങ്കിൽ എൻ്റെ അടുത്ത് കൊണ്ട് ചോദിക്കണേ, ഞാൻ തരായിരുന്നു. എന്താണ് വിഴിഞ്ഞം പദ്ധതി? ഇവരുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് അല്ലേ, അതെവിടെ പോയി? കാണിച്ചോ? ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റായ വിഴിഞ്ഞത്തെക്കുറിച്ച് അക്ഷരം വേണ്ടിയിട്ടില്ല. ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റായ മെട്രോ ഈ ഗവൺമെൻറ് പറയുന്നതല്ലേ, എവിടെ പോയി? അവിടെ കാണുന്നില്ലല്ലോ. ഈ രണ്ട് പ്രോജക്റ്റിനെ കുറിച്ചും കണ്ണൂർ എയർപോർട്ടും നമ്മൾ കാണുന്നില്ല. ഇതും കണ്ണൂർ എയർപോർട്ടും വിഴിഞ്ഞവും കൊച്ചി മെട്രോയും അവരുടെ ആണെന്നല്ലേ അവർ പറയുന്നത്. 10 വർഷം മുമ്പ് എന്തായിരുന്നു സ്റ്റാൻഡൊന്നും കാണിക്കാത്ത? എന്താ ആ ധൈര്യമില്ലാത്തൊരു സർക്കാർ ഇന്ന് വന്നിട്ട് വലിയ അഭിമാനം പറയുന്നതിന് എന്താ അർത്ഥം? അത് മൂന്നും കാണിക്കാത്തതിൽ അതിലെന്തോ പന്തികേടുള്ളത്. പന്തികേടല്ല, കാരണം കാണിച്ചാൽ നാണം കെടും. എന്താണ് 10 വർഷം മുമ്പ് പറയും 6000 കോടി അഴിമതി, തറക്കല്ലിടാൻ വന്ന പ്രധാനമന്ത്രിയെ കരിങ്കൊടി കാണിച്ച CPM, ഹർത്താൽ കൊടുത്ത് സ്വീകരിച്ച CPM, കണ്ണൂർ എയർപോർട്ടിൻ്റെ ട്രയൽ റൺ നടക്കാൻ പോയപ്പോൾ അവിടെയൊക്കെ വഴിയിലിരുന്ന് സമരം ചെയ്ത CPM, അതുകൂടെ കാണിക്കേണ്ടി വരത്തില്ലേ? വിഴിഞ്ഞം പോർട്ടിന് തറക്കല്ലിട്ട് തിരിച്ചു വരുന്ന മുഖ്യമന്ത്രിയെ 2015 ഡിസംബറിൽ കരിങ്കൊടി കാണിച്ച CPM, അതുകൂടെ കാണിക്കേണ്ടി വരില്ലേ? അത് കാണിച്ചാൽ അവരുടെ മൊത്തം അവകാശം മുളിഞ്ഞല്ലേ? പിന്നെ ഗെയിൽ പദ്ധതി 10 വർഷം മുമ്പ് എന്തായിരുന്നു നിലപാടെന്ന് കാണിക്കുന്നില്ലല്ലോ. 10 വർഷം മുമ്പ് ഗെയിൽ പദ്ധതി ബോംബാന്നല്ലേ പറഞ്ഞു നടന്നവർ, ബാക്ക്യാർഡ് ബോംബ്. അപ്പം മെഡിക്കൽ കോളേജ് തകർന്നു വീണത് ഇപ്പോഴത്തെ കാണിച്ചുവോ? ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു മെഡിക്കൽ കോളേജ് തകർന്ന് ആൾ മരിച്ചത് ഇപ്പോൾ കാണിച്ചോ? ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ മറച്ചു വെക്കാൻ പലതും ഈ സർക്കാരിനുണ്ട്. ഇപ്പോൾ ഒരു ഫസാഡ് ഉണ്ടാക്കുകയാണ്, ഞങ്ങളെന്തോ ചെയ്തു, ഞങ്ങളത് വരുത്തി, ഞങ്ങളിതാ ടണൽ പൊട്ടിക്കുന്നു, ഞങ്ങൾ വഴി ഉണ്ടാക്കുന്നു. ഇന്നൊരു പാലത്തിൻ്റെ ഉദ്ഘാടനം, അത് നല്ല കാര്യം തന്നെ. പക്ഷേ ഫസ്റ്റ് പാലം പോലെ തോന്നുന്നത്. കേരളത്തിന് മുമ്പ് പാലം ഉണ്ടായിട്ടില്ല. അതാണ് PR നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു പാലം ഉണ്ടായിട്ടില്ല. ഞാനിതൊരു തൊട്ട് മുമ്പ് ഇൻ്റർവ്യൂ ചോദിച്ചോളൂ, ഇതിനു മുമ്പ് പാലം ഉണ്ടായിട്ടില്ലേ? എത്രയോ പാലങ്ങൾ ഇബ്രാഹിം കുഞ്ഞുണ്ടാക്കി, അതൊക്കെ എന്താക്കി മാറ്റി അവസാനം. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന സമയത്ത് അവർക്ക് എടുത്ത് കാണിക്കാനുള്ള ഇപ്പം നടക്കുന്ന ചില സംഭവങ്ങൾ കാണിക്കുന്നു. അവർ കാണിക്കാത്ത എന്താ? നാഷണൽ ഹൈവേക്ക് എന്ത് പറ്റി? ഇവരുടെ മോസ്റ്റ് ടൗട്ടഡ് പ്രോജക്റ്റ് അല്ലേ നാഷണൽ ഹൈവേ. വാട്ട് ഹാസ് ഹാപ്പൻഡ് ടു ദാറ്റ്? ഫസ്റ്റ് ഫേസ് പോലും ഇനോഗ്രേഷൻ നടത്താൻ പറ്റുമോ? കാരണം എപ്പോഴും ഇടിഞ്ഞു വീഴും. ഞാൻ അതുവഴി പോകുമ്പോഴും നമുക്കൊരു ഭയമുണ്ട്, ചിലപ്പോൾ എപ്പോഴാണ് ഇടിഞ്ഞു വീഴുന്നത്. കണ്ണൂർ ഭാഗത്ത് പോയി പറയാം എപ്പോഴും വെള്ളക്കെട്ടാണ്. സോ അതുകൊണ്ട് അവർക്കത് ടൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ പ്രോപ്പറായിട്ടൊരു പ്രോജക്റ്റ്. കാരണം കഴിഞ്ഞ വർഷം ഞങ്ങളുടെ അടുത്ത് അസംബ്ലി പറഞ്ഞു, 2025 ഫെബ്രുവരി അസംബ്ലി പറഞ്ഞു, അടുത്ത വർഷം ബഡ്ജറ്റ് സമ്മേളനത്തിന് വരുന്ന എല്ലാ MLA മാരും ഈ വഴിയിലായിരുന്നു വരുന്നത്. എന്ത്? അതാണ് ടൗട്ടഡ് പ്രോജക്റ്റ്. ഓക്കെ, എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ പ്രധാന സംഭവങ്ങളോട് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് ഉമ്മൻചാണ്ടിയുടെ അവസാന കാലഘട്ടം
അദ്ദേഹത്തെ അറിയാവുന്നവർക്കെല്ലാം വളരെ വിഷമമുള്ള സമയമായിരുന്നു. എന്നുവെച്ചാൽ അദ്ദേഹം അർഹിക്കാത്ത രീതിയിൽ ഒരു സ്കാൻഡലിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞ് പരത്തിയിട്ട് അവസാനം മരണശേഷമാണ് അദ്ദേഹത്തെ എക്സോണറേറ്റ് ചെയ്യുന്നത്. മരണത്തിന് മുമ്പ് തന്നെ എക്സോണറേറ്റ് ചെയ്തു. Exonerate. He read that, but he was not well. He was not well. And was he aware of it? Yeah, he saw it. ഓക്കെ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇപ്പം ബാക്കി നിൽക്കുന്ന ഒരു ചോദ്യം എന്താണെന്നറിയോ? ഉമ്മൻചാണ്ടിയുടെ ഫാമിലി, താങ്കൾ ഉൾപ്പെടെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരോട് മാപ്പ് നൽകിയിട്ടുണ്ടോ? പൂർണ്ണമായ മാപ്പും പൂർണ്ണമായ സ്നേഹവും കരുതലും മൊത്തം പിന്തുണയും കൊടുക്കുക. ഗുഡ്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മഹാ ബാനിയൻ ട്രീ അദ്ദേഹത്തിൻ്റെ തണലിൽ വളർന്നു വന്നു. നാട്ടുകാർക്കും ബാക്കിയുള്ളവർക്കുമൊക്കെ അദ്ദേഹത്തിൻ്റെ മകനെ പറ്റിയുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് നമ്മൾ അനലൈസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അദ്ദേഹത്തിൽ കണ്ടിട്ടുള്ള നല്ല ക്വാളിറ്റി എന്തായിരുന്നു? ക്ഷമ തന്നെ. ക്ഷമ. അത്രയും ക്ഷമ മകന് ഉണ്ടാവും. ഞങ്ങൾ രണ്ടുപേരും രണ്ടാൾക്കാരല്ലേ. അപ്പോൾ അതേ ക്ഷമ എനിക്ക് ഉണ്ടാവണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ എൻ്റെ ഗുണം ഉണ്ടാവണമെന്ന് അദ്ദേഹത്തിന് ഉണ്ടാവണമെന്ന് പറയുന്നത് ജസ്റ്റ് അല്ലല്ലോ. അത് ഇൻഡയറക്റ്റായിട്ട് എനിക്ക് അത്രയും ക്ഷമയൊന്നും ആർജിക്കാൻ പറ്റത്തില്ല എന്ന് പറയുവാണോ? ഞാൻ പറഞ്ഞില്ലല്ലോ അത്. ഞാൻ അത് പറഞ്ഞില്ലല്ലോ. അപ്പം അതിൽ ആ ക്ഷമ ഒരു ടാർഗറ്റാണ്, ആ ലെവൽ അത്രയുമായി തീരാൻ. ആർക്കും എനിക്ക് തോന്നുന്നില്ല. എനിക്കെന്തായാലും ആ ലെവലിൽ ഇപ്പം ഇല്ല. വേറെ ആർക്കെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. ഓക്കെ, ഞാൻ അതിൻ്റെ നെഗറ്റീവ് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇത്രയും നല്ല ക്വാളിറ്റീസ് ഉള്ള അച്ഛൻ്റെ ക്വാളിറ്റീസ് എല്ലാം കണ്ടു, നല്ലതും അത്ര നല്ല വശങ്ങളും കണ്ടു. ഏത് ക്വാളിറ്റി ആയിരിക്കും അങ്ങേക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തത്? ചിലപ്പോൾ ക്ഷമ തന്നെയായിരിക്കും. അതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ അല്ലല്ലോ. ഞാനത് തന്നെ അദ്ദേഹത്തിൻ്റെ പറഞ്ഞത്, പോസിറ്റീവ് നെഗറ്റീവ് അദ്ദേഹത്തിൻ്റെ ക്ഷമ തന്നെയാണ്. അത് ചിലർ മിസ്യൂസ് ചെയ്തു. ചിലർ മിസ്യൂസ് ചെയ്തു. പക്ഷേ എന്നാലും അപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് മാറാൻ റെഡിയല്ലായിരുന്നു. മാറിയിട്ടില്ല. ദാറ്റ്സ് ഡിഫറെൻറ്റ്. പക്ഷേ നമ്മൾ നോക്കുമ്പോഴേ അദ്ദേഹത്തിനൊരു പ്രൈവറ്റ് ലൈഫ് ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ കസേരയിൽ ലുണറ്റിക് അദ്ദേഹം കയറിയിരിക്കുക. ഈ OC-യുടെ ഒരു പ്രത്യേകത എന്താ നമ്മൾ പറയുന്നത്, ഓപ്പൺ ഡോർ പോളിസി, ഒന്നും അടച്ചു വയ്ക്കാനില്ല. ഇതൊക്കെ ഒരു മനുഷ്യനൊരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ പോലും സ്വല്പം പ്രൈവറ്റ് നിമിഷങ്ങൾ വേണ്ടേ? അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അങ്ങനെ ചിലപ്പോൾ അത് ഗുണമാണ്. കാരണം ഇന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ കൊണ്ട് എൻ്റെ ഫാദറിൻ്റെ കളറെ കൊണ്ട് ഒരു ഇടതുപക്ഷത്തിൻ്റെ പോസ്റ്റർ വെച്ചു. ഞാൻ പറയുന്ന ഒരു മാനസികമായി അത്ര സുഖമില്ലാത്ത ഒരാൾക്ക് കസേര ഇരിക്കാമെങ്കിൽ മാനസികമായി അത്ര സുഖമില്ലാത്തവർക്ക് ആ പോസ്റ്ററും വെക്കാം. ഞങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് തലേ ദിവസം എൻ്റെ ഫാദറിൻ്റെ കളറിൽ പോയപ്പോൾ അവിടെ ആരോ കൊണ്ട് എഴുതി വെച്ചിരിക്കുക, ഉമ്മൻചാണ്ടി സാറെ ജയിക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇറ്റ്സ് ദെയർ ഫ്രീഡം. അവർക്ക് ഇഷ്ടമുള്ളത് എഴുതി വെക്കല. അല്ല, ഉദ്ദിഷ്ടകാര്യം വിചാരിച്ച് അല്ല, ഇപ്പം അവർക്ക് ഇഷ്ടമുള്ള കാര്യം അവർ എഴുതി വെച്ചു. നമുക്ക് അതിനകത്ത് പ്രശ്നമില്ല. Another question is, you have inherited a huge legacy, but you're also an individual in your own right. ഇതിന് രണ്ടിൻ്റെ ക്ലാഷ് വരുമല്ലോ. The legacy which you carry on your shoulders and you as an individual, ഇത് രണ്ടും കൂടെ ക്ലാഷ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? എൻ്റെ ഇൻഡിവിജ്വൽ തന്നെ പ്രൊവൈഡ് ചെയ്തോളൂ. യഥാർത്ഥ സ്ട്രോബെറിയുടെ ഗുണഫലങ്ങളോട് കൂടി തയ്യാറാക്കുന്ന ഹാപ്പി സ്ട്രോബെറി ജാം. കോമ്പിനേഷൻ ഏതുമാവട്ടെ, നാവിൽ രുചിയുടെ പാരമ്യം അനുഭവിച്ചറിയുന്ന അനിർവചനീയ സ്വാദ്. സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നീ രുചികളിൽ ഹാപ്പി ജാംസ്. ഹാപ്പി കീപ്സ് എവറിബഡി ഹാപ്പി. അത് വലിയൊരു നേട്ടമാണല്ലോ. കാരണം നമ്മൾ കേട്ടിട്ടുള്ള ഭയങ്കര ടോൾ ലീഡേഴ്സിൻ്റെ മക്കൾക്ക്, ആ തണലിൽ വളർന്ന മക്കൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ ഭയങ്കര ഞാൻ ആ തണലിലല്ല വളർന്നിരിക്കുന്നത്. അത് അദ്ദേഹം തന്നെ ഒരുക്കിയ സാഹചര്യം. ആ തണലിൽ വളരാത്തതുകൊണ്ട് എനിക്ക് ആരുടെയും തണൽ ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ കാല് വെച്ചിട്ടില്ല. അതല്ലേ തന്നെ അദ്ദേഹം തണൽ ഒരുക്കിയിട്ടില്ല. തണൽ ഒരുക്കിയാലല്ലേ തണൽ എപ്പോഴും ആവശ്യപ്പെടുത്തുള്ളൂ. പിതാവെന്ന തണൽ ആവശ്യമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ തണൽ എനിക്കൊന്നും ആവശ്യമില്ല. കാരണം ഞാൻ ഇൻഡിവിജ്വലി ഗ്രോ ചെയ്തു. ഇന്ന് ഞാൻ ഇൻഡിവിജ്വൽ കപ്പാസിറ്റി. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഉമ്മൻചാണ്ടി മകനോണ്ടല്ല ചാണ്ടി ഉമ്മനെ മത്സരിപ്പിച്ചെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് കാരണം. അപ്പോൾ എനിക്ക് അടുത്ത ചോദ്യം ചോദിക്കാനുള്ള സ്കോപ്പില്ലാതാക്കി ഈ ഉത്തരം. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, ഈ ഇൻഹെറിറ്റൻസ് വെച്ചിട്ട് യുവനേതാക്കന്മാർ നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വരികയും പിന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വ്യവസ്ഥ അങ്ങനെയാണ്, അങ്ങനെ ഒത്തിരി യുവ നേതാക്കന്മാർ വന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. അതൊക്കെ വരുന്നാലും ഇല്ലെങ്കിലും ജനങ്ങളല്ലേ ജയിപ്പിക്കുന്നത്. അല്ലാതെ
വേറെ ആരും ഇല്ലല്ലോ. ജനങ്ങൾ ജയിപ്പിക്കുന്നതല്ലേ, അവർ വർക്ക് ചെയ്തിട്ടല്ലേ. അവർ ഇൻഹെറിറ്റൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു, ജനങ്ങൾ അംഗീകാരം കൊടുക്കുന്നു. അതിന് തെറ്റ് പറയാൻ പറ്റുമോ? ശരി, അങ്ങ് MLA ആയതിനു ശേഷം നമ്മൾ 2-3 കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഒന്ന്, ശബരിമലയിൽ ഒരു തീർത്ഥാടകനെ പോലെ പോകുന്നു. രണ്ടാമത്തെ കാര്യം, ശിവഗിരിയിൽ സ്വാമി അവിടെ ശിവഗിരി പോകുന്നു. അതൊരു തീർത്ഥാടന കേന്ദ്രം പോലെ പരിപാവനമായിട്ട് അങ്ങ് കാണുന്നു. അവിടുത്തെ സ്വാമിമാരുമായിട്ട് നല്ല ബന്ധമുണ്ട്. അതിനപ്പുറം അവരുമായിട്ട് സംഘം ചേർന്ന് പോയി വത്തിക്കാനിൽ പോയി മാർപ്പാപ്പയെ കാണുന്നു. ഈ കാര്യങ്ങളിൽ കൊണ്ട് അങ്ങ് ഒരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ പബ്ലിക് ഇമേജ് ദാറ്റ് യു വോണ്ട് ടു കൺവേ? No, I am not conveying any image. Okay. It's my faith. Can you describe it more? Faith? For example, ഒരിക്കൽ പോയതേ കണ്ടുള്ളൂ. അതെ. അതിന് മുമ്പ് ഞാൻ പോയിട്ടുണ്ട്, അത് കണ്ടിട്ടില്ല. ഇല്ല. That's it. When you become public, you get to notice. I was an MLA. Because of that, ഇത്രയും നോട്ടീസ് വന്നു എന്നേ ഉള്ളൂ. MLA അല്ലാതെ പോയിട്ടുണ്ട്. സോ അന്നൊരു ഹ്യൂ ആൻഡ് ക്രൈ ഉണ്ടായിട്ടില്ല. ശിവരിലും അങ്ങനെ തന്നെ. പക്ഷെ ഓസി ഒരിക്കലും അങ്ങനെ ഒരു പിൽഗ്രിമേജ് ആയിട്ട് ശബരിമല പോയി. പുള്ളി ചെയ്യുന്ന എല്ലാം ഞാൻ ചെയ്യണം. അദ്ദേഹം ചെയ്യാത്തത് എനിക്ക് ചെയ്തുകൂടെ? There you are making a qualitative difference between your dad and you. This is your individuality. ഞാൻ പറഞ്ഞില്ലേ, I will have to prevail. എൻ്റെ വില്ലല്ലേ prevail ചെയ്യൂ. That's what he also wanted. Like what I should grow on and be on my own. Not rather than like depend only on him. എനിക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ആ ഇൻഡിവിജ്വാലിറ്റി ആയിരിക്കും എന്നും prevail ചെയ്യും. By belief you are a Christian, no? My belief is Christian, no doubt. Yeah. But God is an experience also. God is an experience also. Okay. Oh, God need not be confined to one particular sect or segment. Because I met Francis Marpapa 4 times. 4 times. 4 തവണ. ഇത് 4 തവണ കാണാൻ പോയി. ഒറ്റയ്ക്ക് ഞാൻ ഇതിനു മുമ്പ് ഇത് പറഞ്ഞ പോലെ ഞാൻ ഒറ്റയ്ക്ക് കാണാൻ പോയിട്ടുണ്ട്. I wanted blessing just before Corona. Then 2 പ്രാവശ്യം അദ്ദേഹത്തെ കണ്ടത് as part of the Sarvama Sammelanam. Okay. So I conducted an all religion summit in Rome, espousing the cause of unity of entire humanity. Okay. ഞാൻ ചോദിക്കാൻ കാര്യം, നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് ഹരിവരാസനം അവിടെ പോയി പാടുന്നുണ്ട്. അദ്ദേഹമാണ് ബൈ ബിലീഫ് ഈസ് എ ക്രിസ്ത്യൻ. ഇതിൽ പല പുരോഹിതന്മാരും ഇതെന്താ ഈ ഒരു ഡൈക്കോട്ടമി അവിടെ പോയി. ബട്ട് ഐ തിങ്ക് വാട്ട് ഈസ് സെഡ് ഇസ് No, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാര്യം ഞാൻ പറഞ്ഞു വന്നത്. He himself has said religions are languages. Some are Hindu, some are Muslim, some are Christian. So it's only cultural difference. It's only language difference. We call our mother in Malayalam Amma. Is it the same in France or Spain? In Spain it is Madre and it is Mamma in Malayalam, Ma in Hindi and Mother in English. So just because the language change or the culture change, does the person change? The relationship change? No. Relationship is same. That's an experience. That's an experience with God. ഇത് എവിടുന്നാണ് ഇങ്ങനെ ഒരു ആശയം ഉൾക്കൊള്ളാൻ പറ്റിയത്? No, maybe childhood and I didn't have that belief, but over the years. കോൺഗ്രസ് ഒരു ഐഡിയോളജിക്കൽ മൂവ്മെൻ്റ് ആണോ അതോ ഒരു ഇലക്ട്രൽ മെഷീനറി ആണോ? It is a mass movement. Mass movement with strongly rooted in ideology? Ideology, you can, because it's not a cadre party. Congress is not a cadre party. Congress is not just based on some hard and fast ideology. Our ideology is nationalism. And nationalism, just like religion, different people have different ideas about nationalism. Some may be left-leaning, some may be right-leaning, some may be center-oriented. And cultural nationalism, I attribute Congress cultural nationalism, which was its main core theme during the national movement. So I think that is the way forward for Congress. പക്ഷേ ഈ നാഷണലിസം ആണല്ലോ വേറെ ചില രാഷ്ട്രീയ കക്ഷികളും എടുത്തത്. ഈ അവർ നാഷണലിസം കൊണ്ടുവന്നിട്ട് അൾട്രാ നാഷണലിസത്തിലേക്ക് പോകുമ്പം കോൺഗ്രസിന് ഈ ഒരു ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻറ്റിൽ അവരെ ചെറുക്കാൻ സ്ട്രോങ് ആയിട്ട് പറ്റുന്നുണ്ട്. Congress ideology is only nationalism from the beginning. Can I ask you a question? Are you trying to differentiate between nationalism and patriotism or nationalism as such? No,
There is no difference between patriotism and nationalism also. But being patriotic doesn't mean just saying Jai Hind or Vande Mataram or Jai Bharat Mata Ki Jai. Patriotism is what you show on the ground when you are individual, when you are alone. What do you show to your neighbor? That is patriotism. I believe that. From your brother is belonging to a different religion. Yeah. Do you respect his religion? Do you respect his belief? That is patriotism. That is love for your mother India. Because he is also son of mother India. Whether he is whichever religion he belongs to. ഓക്കെ, കേരളത്തിൽ ഈ കോൺഗ്രസിൻ്റെ പുനഃസംഘടനയും ഒക്കെ വരുമ്പോൾ നമ്മൾ സാറിന് കണ്ടിട്ടുള്ള ഒരു കാര്യം, ഒരു സ്റ്റേജിൽ നിറഞ്ഞു നിൽക്കാനുള്ള ഭാരവാഹികളുടെ എന്താ പറയുന്നത്, ഓംനിബസ് നിൽക്കും. ഇത് ഒരു സ്ഥാനം കിട്ടിയാൽ മാത്രമേ ഈ പേട്രിയോട്ടിസം നാഷണലിസം കാണിക്കാൻ പറ്റത്തുള്ളൂ. എന്താ ഇതിങ്ങനെ ഒരു കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്നത്? അല്ല, എല്ലാ പാർട്ടിയിലും അങ്ങനെ പുതിയ കാര്യമൊന്നും. എല്ലാ പാർട്ടിയിലും ലെഫ്റ്റ് പാർട്ടീസ് അതൊക്കെ ഒരു ഐഡിയോളജി. സംസ്ഥാന കമ്മിറ്റി എത്ര പേരുണ്ട്? എത്രയുണ്ട്? സ്റ്റേറ്റ് കമ്മിറ്റി എത്രയുണ്ട്? ഷുഡ് ബി അബൌട്ട് 80. ഞങ്ങളുടെ അതൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ അതൊക്കെ ഉള്ളൂ. സ്റ്റേറ്റ് കമ്മിറ്റിക്ക് തത്തുല്യമായിട്ടുള്ളതാണോ ഈ സെക്രട്ടറിമാരുടെ നമ്പർ? അതൊക്കെ ഞങ്ങളുടെ സ്റ്റേറ്റ് ഇത് അവർ പറയുന്ന പോലെ ഞങ്ങൾ ചെയ്യണമെന്നുണ്ടോ? ഞങ്ങളുടെ രീതി ഉണ്ടെന്നേ. പക്ഷെ എന്നാൽ ഈ സ്റ്റേജ് ഒടിഞ്ഞു പോകാൻ പാകത്തിൽ അവരുടെ സ്റ്റേജ് ഒടിഞ്ഞു പോകും. അവർ 80 വരുന്ന ആ സ്റ്റേജ് ഒടിഞ്ഞു പോകും. അതുകൊണ്ട് അവരുടെ കാര്യം അവർ നോക്കട്ടെ. ശരി, ഞങ്ങളെ വിധിക്കാൻ വരണ്ട. ശരി. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റിൽ ഇല്ലാത്തത് എന്താണ് കോൺഗ്രസിലുള്ളത്? മനുഷ്യത്വം. അവർക്ക് മനുഷ്യത്വം ഇല്ലേ? ഇല്ല. സോറി ടു സേ. They have been in government for 10 years. That's why they are bereft of humanity. അവരെന്തെല്ലാം നല്ല കാര്യങ്ങൾ അതെ, ചെയ്യുന്നത്? ചെടിച്ചട്ടി അടിച്ചിട്ട് തലയെ പൊട്ടിച്ചിട്ട് മനുഷ്യത്വം എന്ന് പറയുക, ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് പറയുക. ദൂരെ നിന്ന് കരിങ്കൊടി കാണിക്കുമ്പോൾ അതിനെ കൊലപാതക കേസെടുത്ത് പിള്ളേരെ അകത്തിടുക. അൺഫോർച്ചുനേറ്റ്. മുമ്പ് കോൺഗ്രസ്സുകാർ ഇതൊക്കെ ചെയ്തിട്ടില്ല. എവിടെ ചെയ്തു? ദൂരെ നിന്ന് കരിങ്കൊടി കാണിച്ചതിന് ആരെ കഴുത്തുളുക്കി ആശുപത്രി കിടക്കുകയും ഈ പിള്ളേരെ ജയിലിലൂടെ ചെയ്തിട്ടുള്ളത്? വൺ എക്സാമ്പിൾ. ഒരു വനിതാ മന്ത്രിയെ ഇങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാർ പോയി പിന്നെ സ്റ്റേഷനിൽ പോയി വരട്ടേണ്ട കാര്യം. പുരുഷ മന്ത്രിയായിരുന്ന KV തോമസ് ഇപ്പോൾ അവർ കൊടുത്തിട്ടാണല്ലോ അദ്ദേഹത്തെ സ്റ്റേഷനിൽ പോയി കരിവേല് വെച്ചു, സ്റ്റേഷനിൽ പൂട്ടിയിട്ടതോ? ഞാനിത് ചോദിച്ചത് ചില നമ്മുടെ ലെഫ്റ്റിനോട് താല്പര്യമുള്ള ആൾക്കാർ ചോദിച്ചൊരു ചോദ്യം ആയതുകൊണ്ടാണ്. എനിക്ക് ലെഫ്റ്റിനോട് വലിയ താല്പര്യം, അവരിവിടെ ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇങ്ങനെ പോയാൽ ഇത് എന്താ പറയുക, നമ്മുടെ എൽസനല്ല ഗോർബച്ചോവായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി മാറും. അതുകൊണ്ട് ആ സ്നേഹത്തിൽ പറഞ്ഞു ഇച്ചിരി മനുഷ്യത്വം കൂടെ ആവാം. അത് ഒരിടയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ സതീഷിൻ്റെ ടീമിന് ഭയങ്കര ഭൂരിപക്ഷം ഇവിടെ കിട്ടിപ്പോകുമെന്ന്. പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ചില പ്രീ പോൾ സർവീസിലൊക്കെ ഈ ഒരു നെക്ക് ആൻഡ് നെക്ക് റേസിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് പറയുന്നുണ്ട്. എനിക്ക് മാധ്യമങ്ങളിൽ വിശ്വാസമില്ല. അതിഷ്ടമല്ലാത്ത കാര്യം പറയുന്നതുകൊണ്ടാണോ? അല്ല, ജനങ്ങൾ പറയട്ടെന്നേ, ജനങ്ങൾ പറയട്ടെ. പ്രകൃതി വിഭവങ്ങൾ ഹാപ്പി രുചിക്കൂട്ടുകൾ ചേർത്ത് പരമ്പരാഗത രീതിയിൽ തയ്യാറാക്കിയ തനി നാടൻ ഹാപ്പി അച്ചാറുകൾ. കൃത്രിമ രുചിയോ നിറമോ ചേർക്കാതെ തികച്ചും പരിശുദ്ധം. മിക്സ്ഡ് വെജിറ്റബിൾ, ടെൻഡർ മാംഗോ, ജിഞ്ചർ, ഗാർലിക്, ഡേറ്റ്സ്, കട്ട് മാംഗോ, ലെമൺ എന്നീ രുചികളിൽ ഹാപ്പി പിക്കിൾസ്. ഹാപ്പി കീപ്സ് എവറിബഡി ഹാപ്പി. ഈ എറണാകുളത്തിന് ഇപ്പോൾ ഇപ്പുറത്തോട്ടുള്ള ഒരു പിന്നെ പോൾ ഔട്ട്കം നോർത്തിലുള്ള പോലെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. 100%. കേരളത്തിൽ ഒറ്റ ട്രെൻഡേ ഉള്ളൂ, ആ ട്രെൻഡ് റിഫ്ലക്ട് ചെയ്തിരിക്കും. ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഈസ് നോട്ട് ഗെറ്റിംഗ് റിഫ്ലക്റ്റഡ് ഇൻ ദി പ്രീ പോൾ സർവേ. ഞാൻ പറഞ്ഞു അതിലെനിക്ക് വിശ്വാസമില്ല. ലെറ്റ് ദ പീപ്പിൾ സേ ദാറ്റ്. ഈ മാനിഫെസ്റ്റോ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. മാനിഫെസ്റ്റോ പ്രിപ്പറേഷനിൽ അങ്ങ് കമ്മിറ്റിയിൽ ഇല്ലല്ലോ. ഇല്ല. സപ്പോസ് യു വെയർ ഓൺ ദാറ്റ് കമ്മിറ്റി, യൂത്തിന് വേണ്ടി അങ്ങ് എന്തായിരിക്കും അതിനകത്ത്? ഹൈപ്പോത്തറ്റിക്കൽ ആയതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അല്ല, യൂത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ് ഹൈപ്പോത്തറ്റിക്കൽ. കാരണം അത് പ്രതീക്ഷ കൊടുത്തിട്ട് പിന്നെ അത് ഇല്ലാതെ വരുന്നത് ശരിയല്ലല്ലോ. ഹൈപ്പോത്തറ്റിക്കൽ. അതുകൊണ്ട് ഞാനിത് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കണ്ടമാനം യൂത്ത് ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ പ്രശ്നങ്ങളുണ്ടായിട്ട് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് അവർ സാധാരണ ഇവിടെ ചെയ്യാത്ത മീനിയൽ ജോബ്സ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവരൊക്കെ നമ്മൾ അങ്ങയോട് ഞാൻ സംസാരിക്കുമ്പം അങ്ങയിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാൻ ഞാനത് പറയാത്തതിൻ്റെ കാരണം ഞാനൊരു കാര്യം പറഞ്ഞു, അത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് എനിക്കും ഒരു വിഷമം, അവർക്കും ഒരു വിഷമം. സ്വാഭാവികമായിട്ടും അത് വരത്തില്ല. എൻ്റെ ഐഡിയ തന്നെ അത് വരണമെന്നില്ലല്ലോ. സ്വാഭാവികമായിട്ട് ആ മാനിഫെസ്റ്റോ കമ്മിറ്റിക്ക് അവരുടേതായ വ്യൂസ് ഉണ്ട്. അത് പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരെ കൺസിഡർ ചെയ്ത് അവരെ ടേക്ക് കെയർ ചെയ്ത്
അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യും, കേരളത്തിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ട എല്ലാം ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ നിൽക്കത്തക്ക രീതിയിൽ ഉള്ള സാഹചര്യം ഉണ്ടാക്കും, കോഴ്സസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഐഡിയാസ് ഞാൻ പറയുന്നത് ശരിയല്ല. ദേ ഹാവ് ടു സേ ദാറ്റ്. ദാറ്റ്സ് വൈ ഐ ആം നോട്ട് കമൻറ്റിങ് ഓൺ ഇറ്റ്. There are a few inconvenient questions. കല്യാണം എന്നായിരിക്കും. അത് ഞാൻ എന്താ മകരമാസത്തിൽ നടക്കും കേട്ടല്ലോ, അതിന് ഉത്തരം വേണ്ടല്ലോ. അല്ല, അത് ഈ ചോദിച്ച ആളും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഏത് മകരമാണെന്ന് ചോദിക്കുന്നത്. മകരം ഏതാ ഞാൻ പറയട്ടെ, നടന്നുകൊണ്ട് പോകേണ്ടി ഇത്. ബട്ട് യു ആർ നോട്ട് എന്താ പറയുന്ന ബ്രഹ്മചാരി ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളൊന്നും അല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലല്ലോ. ഇല്ല. സോ പീപ്പിൾ ഔട്ട് ദേർ ലിസണിങ് ടു us can take you for an eligible bachelor. ഓക്കെ. എനിക്ക് ഈ കാര്യത്തെ കുറച്ച് എനിക്കറിയാവുന്നതുകൊണ്ട് എന്താ ഹെൽത്തിൻ്റെ കാര്യത്തിൽ, അതായത് ഉമ്മൻചാണ്ടി സാറിന് അവസാനമുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ അതിൻ്റെ എങ്ങനെയാണ് നിങ്ങൾ ഡിസിഷൻ എടുത്തതെന്ന് ഒന്നും ഞാൻ ചോദിക്കാൻ പോകുന്നില്ല. എനിക്ക് പലയിടത്തും ഞാൻ കേട്ടതും വായിച്ചതുമായിട്ട് എനിക്ക് ചോദിക്കാൻ തോന്നുന്ന ഒരു കാര്യം, ഓൾട്ടർനേറ്റ് മെഡിസിനും മോഡേൺ മെഡിസിനും ഒരു റെയർ കോമ്പിനേഷനിൽ പരീക്ഷിക്കപ്പെട്ട ഒരു പേഷ്യൻ്റായിപ്പോയി ഉമ്മൻചാണ്ടി സാറെന്ന്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സർട്ടൻ റീഡിങ് ആൻഡ് മെറ്റീരിയൽ. മേ നോട്ട് ബി കംപ്ലീറ്റ്ലി ഫാക്ച്വൽ, ഉണ്ടെങ്കിൽ തിരുത്തുക. പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഒരാൾക്ക് സെൽഫ് ഡിസിഷൻ എടുക്കാൻ അനുമതി ഉണ്ടോ? ഉണ്ടല്ലോ. ഉണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് സ്വയം എടുത്ത തീരുമാനം അത് ആണോ അല്ലയോ? മുഖ്യമന്ത്രിയായി കേരളത്തിൽ മരിക്കുമ്പോൾ 15 എടുത്ത തീരുമാനമാണ് എടുക്കുക എന്നുള്ളത്. ആ മെഡിസിൻ അതിനെന്താ കുഴപ്പം? ബുദ്ധിമുട്ടുണ്ടോ? അല്ല സർ, എനിക്ക് ഒരു ബന്ധമില്ല. ഹി ടുക്ക് ദ ഡിസിഷൻ, ഹി ടുക്ക് ഇറ്റ്. 15. ദാറ്റ് ഇസ് നോട്ട് അലോപ്പതി. He took his decision to take a medicine. Whom I am to question? Who I am to take a decision to question? So what, if you take alternate medicine, it's a crime. It's his decision to do it. First of all, he took it in 15. He took it in 19. He didn't take it in 22. You saw the result. It's very clear. But being a son, it's his decision. No. Why should I question? No. And I also sided with it. In 15 and 19. 15 and 19, അദ്ദേഹം എടുത്ത് മെഡിസിൻ. And he decided in 19 to go for he decided to go for modern medicine. That treatment didn't happen. ഡെങ്കി വന്നു. We took him to Germany. And the German doctor, after doing CAT and MRI, said you don't have any disease. So what should we do? Still we go for the treatment and do it? ഞാൻ ചോദ്യം ചോദിക്കാനുള്ളത്, എനിക്ക് അനുഭവമുള്ള ഒരു കേസുണ്ട്. ല്യൂക്കേമിയ ആയിരുന്നു ട്രീറ്റ്മെൻറ്റ്. ഇറ്റ് വാസ് മൈ കസിൻ. ല്യൂക്കേമിയ ആയിരുന്നു. ഡോക്ടർ ഗംഗാധരനായിരുന്നു ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഘട്ടം വന്നപ്പം എൻ്റെ അടുത്ത് ഡോക്ടർ ഗംഗാധരൻ പറഞ്ഞു, ജോൺ ഈസ് ഗോയിങ് ടു ഫ്രീക്വൻറ്റ് ലാബ്സ്, സോ ഐ കാൺട്ട് ഗിവ് യു മച്ച് ഹോപ്പ്. അപ്പം ഞാൻ തന്നെ ചോദിച്ചു, പാരിപ്പള്ളിയിൽ ഒരു പാരമ്പര്യ വൈദ്യനുണ്ട്, അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയാമോ? ഇഫ് യു ഡിസൈഡ് ടു ഗോ ആൻഡ് ഗിവ് എ ട്രൈ, ബട്ട് അത് കഴിഞ്ഞതിന് ശേഷം എന്നോട് കൊണ്ടുവരരുത്. അദ്ദേഹം കൊടുത്ത മരുന്നുകൾ എന്താണ്, അതിൻ്റെ ഫലം എന്താണ്, ഏതൊക്കെ റിയാക്ഷനാണ് അത് ഉണ്ടാവുന്നത്. ഐ ഹാവ് നോട്ട് സ്റ്റഡീഡ്. ഐ എം എൻ ഓൺകോളജിസ്റ്റ്. ഐ ഹാവ് നോട്ട് സ്റ്റഡീഡ്. സോ ദാറ്റ് ഡിസിഷൻ ഇസ് യോഴ്സ്. ഞങ്ങൾ കൊണ്ടുപോയില്ല. This decision was his. That's why he was well and good for 7 years. I believe that. If he has taken a decision, why should I question it? Okay. എങ്ങനെയാണ് അങ്ങേക്ക് അങ്ങനെ ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുമ്പം അങ്ങ് അതിനെ കാണുന്നത്? ഹൗ ഡു യു കൗണ്ടർ ദാറ്റ്? I don't have to counter everything. But I should state the facts. Okay. Sometimes I will state, sometimes I will not. Okay. പുതുപ്പള്ളിയിൽ മിക്കവാറും അങ്ങ് തന്നെ ആയിരിക്കും പുതുപ്പള്ളി പ്രതിനിധാനം ചെയ്യാൻ പാർട്ടി തീരുമാനിക്കുന്നത്. അങ്ങനെയാണ്. വോട്ട് യു ഹാവ് ടു ടെൽ യുവർ വോട്ടേഴ്സ് ഇൻ പുതുപ്പള്ളി? അല്ല, ഞാൻ കഴിഞ്ഞ 2.5 വർഷം എൻ്റെ പ്രവർത്തനം വളരെ ക്ലിയർ ആയിട്ടുണ്ട്. കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുക, പിന്നെ ഫുട്ബോൾ കോച്ചിങ്, അതുപോലെ തന്നെ കുട്ടികൾക്ക് ആൻറ്റി ഡ്രഗ്സിൻ്റെ ഭാഗമായിട്ട് ഒരു ടർഫ് ഉണ്ടാക്കി. അങ്ങനെ പല പദ്ധതികൾ കേരളത്തിൽ in my constituency I was able to do, and across Kerala and in Puduppally we built 50 houses. I like to hear something from you regarding ഈ ഡ്രഗിൻ്റെ ഒരു ഓവർ യൂസ് ആണല്ലോ കേരളത്തിൽ കാണുന്നത്. ഡ്രഗ് മാത്രമല്ല, do you have anything ഡ്രഗ് മാത്രമല്ല, post 2020 suicide rate has gone very high amongst kids. Last day I went to a house, they said the കൊച്ചു ആത്മഹത്യ ചെയ്തത്
എക്സാമിന് പാസ്സായില്ല എന്ന് പറഞ്ഞു. അതും LLB. ഇവിടെ LLB ഏറ്റവും ടോപ്പ് ലോസ് ആയിരിക്കുന്നത് തോറ്റ് പഠിച്ചവരാണ്. സോ വി ആർ നോട്ട് ഏബിൾ ടു ഹാൻഡിൽ ഫെയിലിയർ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പഠിക്കണം. വിജയം ഹാൻഡിൽ ചെയ്യുന്ന പോലെ തന്നെ വിജയത്തെക്കാട്ടിൽ കൂടുതൽ എഫക്റ്റീവ് ഫെയിലിയറാണ്. കാരണം ഫെയിലിയർ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കും. അപ്പോൾ അതിന് വി ഹാവ് ടു ബി മോർ കെയർഫുൾ. ഇപ്പം എഡ്യൂക്കേഷൻ ഞാനതുകൊണ്ടാണ് സ്പോർട്സ് ഹാസ് ടു ഹാവ് എ ബിഗ് റോൾ ഇൻ എഡ്യൂക്കേഷൻ. സ്പോർട്സ് ലേബർ ഇൻറ്റൻസീവ് സ്പോർട്സ്, ഹാർഡ് ലേബർ. ഹാർഡ് ലേബർ ഒന്നും ഞാൻ പറയത്തില്ല. ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിക്കുന്ന പോലെ തന്നെ ഒരു സ്പോർട്ട് കുട്ടിക്ക് പഠിക്കാൻ അവസരം കൊടുക്കണം. വൈ ആർ വി ഡിനൈങ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ടു കിഡ്സ്? ഇഫ് ഈസ് എ മാസ്റ്റർ പ്ലെയർ ഇൻ ഫുട്ബോൾ, വൈ ഡോണ്ട് വി ഡെവലപ്പ് ഇൻ ലൈക്ക് ദാറ്റ്? ഓർ ഈസ് മാസ്റ്റർ പ്ലെയർ ഇൻ ബാഡ്മിൻ്റൺ, ടെന്നീസ്, ക്രിക്കറ്റ്, വൈ ഡോണ്ട് വി ഡു ദാറ്റ്? എപ്പോഴും ഇത് മാത്രമല്ല. അപ്പോൾ പരാജയം കൂടി പഠിക്കാനുള്ള വേദിയാണ് സ്പോർട്സ് എന്നുള്ളത്. ഡ്രഗ്സിനെ ഡീൽ ചെയ്യാനുള്ള വേദിയാണ് സ്പോർട്സ് എന്നുള്ളത്. സോ വി വിൽ ബിൽഡ് അവർ എഡ്യൂക്കേഷൻ ബേസ്ഡ് ഓൺ ദാറ്റ്. ഇത്രയും ഓപ്പണായിട്ട് നമ്മളോട് സംസാരിച്ചു ശ്രീ ചാണ്ടി ഉമ്മൻ. അദ്ദേഹം പുതുപ്പള്ളിയിലെ അടുത്ത സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കും. അദ്ദേഹം വളരെ വിനയാന്വിതനായിട്ട് അത് പാർട്ടി തീരുമാനിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് അദ്ദേഹത്തിന് വിട്ടുകൊടുക്കാം. അദ്ദേഹം വളരെ ജനകീയനായിട്ടുള്ളൊരു വ്യക്തിയാണ്. വളരെ ഡെമോക്രാറ്റിക് ആയിട്ട് ചിന്തിക്കുന്നത്, ക്ഷമയുടെ അങ്ങേയറ്റം കാണാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരാളുമാണ്. വളരെ ഉപകാരം. താങ്ക് യു. Till we meet next time, John Mary.